പാകിസ്ഥാന് ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതികവിദ്യ നൽകിയതിന് 3 ചൈനീസ് കമ്പനികൾക്ക് അമേരിക്ക ആഗോളതലത്തിൽ ഉപരോധം ഏർപ്പെടുത്തി. പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമുകൾക്കായി മിസൈൽ സംബന്ധമായ കാര്യങ്ങൾ വിതരണം ചെയ്തതിനാണ് 3 ചൈനീസ് കമ്പനികൾക്കും ബെലാറസിൽ നിന്നുള്ള ഒരു കമ്പനിക്കും US ഉപരോധം ഏർപ്പെടുത്തിയത്. ആയുധങ്ങളും പ്രതിരോധോപകരണങ്ങളും പാകിസ്ഥാന് നൽകുന്ന പ്രധാന സഖ്യകക്ഷിയാണ് ചൈന. ആശങ്കാജനകമായ ഇത്തരം പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ US എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. ഇത് പാകിസ്ഥാന് കിട്ടിയ നല്ലൊരു അടിയാണ്. സാധാരണക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പാകിസ്ഥാൻ IMFനോടും മറ്റു ലോകരാജ്യങ്ങളോടും കടം ചോദിച്ചു നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു രാജ്യവും അവർക്ക് കടം കൊടുക്കുന്നില്ല. അതിന്റെ കാരണവും ഇത് തന്നെയാണ്. കിട്ടുന്ന പണത്തിന്റെ ഭൂരിഭാഗവും ഇതുപോലുള്ള ആശങ്കാജനകമായ പ്രവർത്തനങ്ങൾക്കാണ് അവർ ഉപയോഗിക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ തമാശ, പാകിസ്ഥാന് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വളരാൻ ഇന്ത്യയിൽ ISRO സ്ഥാപിക്കുന്നതിനും 8 വർഷം മുമ്പ് സുപാർക്കോ എന്ന ശാസ്ത്രസാങ്കേതിക സ്ഥാപനം ഉണ്ടാക്കിക്കൊടുത്തുകൊണ്ട് അവിടെ ആണവ വിദ്യ വരെ വികസിപ്പിക്കാൻ കൂട്ടുനിന്നവരാണ് അമേരിക്ക എന്നതാണ്. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ നയതന്ത്രത്തിൽ വരുത്തിയ മാറ്റം, ഇന്ത്യക്ക് ഒരു സ്ഥലത്തും തലകുനിക്കാതെ നിന്നുകൊണ്ട് അമേരിക്ക, റഷ്യ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെ നമ്മുടെ സൗഹൃദ വലയത്തിലാക്കാൻ പറ്റി എന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ സന്തോഷിക്കാം. ചൈന പാകിസ്ഥാൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് വരുതിയിലാക്കി ഇന്ത്യയുടെ മുഴുവൻ അതിർത്തിയും ചൈനയുടെ കൈവശത്തിലാക്കാനുള്ള തന്ത്രമാണ് നടക്കുന്നത്. അതിന് കടിഞ്ഞാണിടേണ്ട ആവശ്യം നമ്മുടേതും കൂടിയാണ്.